മോഷ്ടാവെന്ന് ആരോപിച്ച ആൾക്കൂട്ടം മനുഷ്യജീവൻ കവർന്നെടുക്കുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ആദ്യം തന്നെ പോലീസിനെ അറിയിച്ചാൽ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുക മാത്രമല്ല ഒരു കുടുംബത്തെ കൂടി സംരക്ഷിക്കാൻ സാധിക്കും. അതിനൊരു ഉദാഹരണമാവുകയാണ് ഇടുക്കി കഞ്ഞിക്കുഴി പോലീസിന്റെ ഒരു ഇടപെടൽ. കഴിഞ്ഞ ദിവസം കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. ഇതര സംസ്ഥാനക്കാരനായ ഒരാൾ ഒരു ചാക്കുകെട്ടുമായി വിവിധയിടങ്ങളിൽ കയറിയിറങ്ങുന്നുവെന്നും മോഷ്ടാവാണെന്ന് സംശയിക്കുന്നുവെന്നുമായിരുന്നു ഫോൺ കോൾ. ഉടനെ സബ് ഇൻസ്പെക്ടർമാരായ താജുദ്ദീൻ, അജിത് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷെരീഫ് PA എന്നിവർ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ജാർഖണ്ഡ് ഭാഷയാണെങ്കിലും താജുദ്ദീൻ അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതും അയാൾക്ക് അയാളുടെ ഭാര്യയുടെ മക്കളുടെ അടുത്ത് എത്താൻ സാധിച്ചത്. ശരിക്കും കള്ളനെ തേടി പോയതാണ്. കള്ളനെ തേടിയാണ് പോയത്. പക്ഷേ കള്ളനാണെന്നല്ല, നാട്ടിൽ നമ്മൾ പോലീസ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ കള്ളനാണെന്ന രീതിയിൽ കൈകാര്യം ചെയ്തതിന് പുള്ളിയുടെ മാനസിക നില തെറ്റി നമുക്കൊരു എന്താ പുള്ളി പറയുന്നതെന്ന് നമുക്കറിയാൻ പറ്റാത്തൊരവസ്ഥ തന്നെ. എന്നാൽ സ്ഥലത്തെത്തിയപ്പോൾ ആളെ കണ്ടില്ല. തുടർന്ന് അതുവഴി വന്ന വാഹനം കൈകാട്ടി നിർത്തി ആളെക്കുറിച്ച് ചോദിച്ചു. അങ്ങനെ ഒരാൾ പനംകുട്ടിയിൽ നിന്നും നേര്യമംഗലം റൂട്ടിലേക്ക് വിജനമായ റോഡിലൂടെ നടന്നു പോകുന്നതായി പറഞ്ഞു. തുടർന്ന് പാമ്പള ഡാമിനടുത്ത് വെച്ച് ആളെ കണ്ടു. അടുത്തെത്തി വിവരങ്ങൾ ചോദിച്ചു. പേര് ബെറൻ മറാണ്ടി, ജാർഖണ്ഡ് സ്വദേശിയാണ്. 1 മാസം മുമ്പ് ഇദ്ദേഹത്തിന്റെ ഭാര്യ കുഞ്ഞുമായി ഇവിടെ ഏലത്തോട്ടത്തിൽ ജോലിക്ക് എത്തിയിട്ടുണ്ടെന്നും ഇവരുടെ അടുത്തേക്ക് എത്തുന്നതിനായി 2 ദിവസം മുമ്പ് കോൺട്രാക്ടർക്കൊപ്പം എറണാകുളത്തെത്തി. ഇതിനിടയിൽ ബെറൻ മറാണ്ടിക്കൊപ്പം വന്നയാളെ മിസ്സായി. പിന്നീട് ഏതോ ബസ്സിൽ കയറി വന്നിറങ്ങിയതാകട്ടെ വനമേഖലയിൽ. ഭാര്യയുമായോ മറ്റുള്ളവരുമായോ ബന്ധപ്പെടാൻ ഒരു മാർഗവുമില്ല. കിലോമീറ്ററുകളോളം തന്റെ കുടുംബത്തെ തിരക്കി 2 ദിവസം നടന്നു, അതും ഭക്ഷണം പോലും കഴിക്കാതെ. അങ്ങോട്ട് പോകണമെങ്കിൽ അഡ്രസ്സ് എഴുതി കൊടുത്തിരുന്നു. കൂടാതെ അങ്ങോട്ട് പോകണമെങ്കിൽ അവർ വന്ന് റിസീവ് ചെയ്തില്ലെങ്കിൽ പോകാൻ വേണ്ടി വണ്ടിക്കൂലിയും കൂടി, അതിനുള്ള വണ്ടിക്കൂലിയും കൂടെ കൊടുത്താണ് നമ്മൾ. പൈസ ഒന്നുമില്ലായിരുന്നു. പൈസ ഇല്ല, ഫോണില്ല, ഒരു സാധനം അയാളുടെ കയ്യിലില്ല. പോകാനുള്ള സ്ഥലത്തെ ഫോൺ നമ്പർ ഒരു പേപ്പറിൽ എഴുതിയിട്ടിരുന്ന ലഗേജ് വഴിയിലെവിടെയോ നഷ്ടപ്പെട്ടു. പിന്നീട് അത് പോലീസ് ഉദ്യോഗസ്ഥർ തിരഞ്ഞു കണ്ടെടുത്തു. ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ അണക്കരയിലുള്ള ഒരു സ്ഥാപനമാണെന്നും അവിടെ ഏലയ്ക്ക പണിക്ക് വന്ന ആളാണെന്നും അറിഞ്ഞു. പിന്നീട് ഒരു KSRTC ബസ്സിൽ ഇയാളെ അണക്കരയ്ക്ക് കയറ്റിവിട്ടു. ബെറൻ മറാണ്ടി ഇപ്പോൾ കുടുംബത്തോടൊപ്പം അണക്കരയിലെ നന്ദീശ ആശ്രമത്തിലെ തോട്ടത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. കഞ്ഞിക്കുഴി പോലീസിന്റെ ഈ ഇടപെടൽ സമൂഹത്തിന് ഒരു വലിയ മാതൃകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.